നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ AR വ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്നലെ ഇന്നലെ തീയതി 2 മെയ് 2 എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഇന്നലെ കണ്ടത്. അതായത് നമ്മൾ ഇന്നലെ റോഡ് പിരിവൊക്കെ നടത്തി അടിപൊളിയായിട്ട് നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 3 അതായത് ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയം തന്നെയാണ്. അപ്പം അവിടെ ഞങ്ങൾ കാത്തിരുന്ന നമ്മുടെ കതിരവൻ, എന്ത് കതിരവൻ? കണ്ണനാകുഴി അഗ്നിനാഥൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കാളയുടെ ഒരു എഡിക്ഷൻ നെയിമോ എടുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ അന്യസമം റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, വേറെ സ്ഥലം വരെ പോകേണ്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓടി വന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, ആ വേഷം തന്നെയാണ്. നേരെ ഓടി വന്നു, വീഡിയോ എടുക്കുന്നു. നമ്മുടെ പയ്യനാണ്. അപ്പോൾ നമുക്ക് നേരെ നിങ്ങളെ കാളയെ കാണിക്കാം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഒരു ഇടവഴി നിന്നാണ് വന്നത്. ആ കുറേ കാണാം, ഭയങ്കര വെയിലാണ്, നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല. നമ്മളെ കാണുന്ന ഇടവഴി നിന്നാണ് വന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ കാള എടുത്തിട്ട് പോകാം കേട്ടോ. ഓ ഗൈസ്, നിങ്ങൾ കാത്തിരുന്ന് നമ്മുടെ കതിരവനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഗൈസ്. ഇപ്പം നമ്മൾ സ്റ്റാപ്ലെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു ചേട്ടൻ്റെ വീട്ടിൽ പോവാണ്. എല്ലാത്തിനും നമ്മൾ തന്നെ വേണം. അല്ലൂടെ അയ്യപ്പ? അയ്യപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, അയ്യപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിയാണ്, മാസാണ്. അത് ഇത്രയും മതിയോ? 50 രൂപ. ഓക്കെ. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി നമ്മൾ സ്റ്റാപ്ലെയർ വാങ്ങാൻ വേണ്ടി എവിടെ പോകാം? അതെ, ഈ അച്ചോണ്ണൻ്റെ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിഗൂഢതയിൽ അല്ല, അത്രയും വേണ്ട, നല്ല ഇച്ചിരി ഇറക്കത്തിൽ നല്ല തണലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് അവിടെ പോയി സാധനം വാങ്ങിക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റാപ്ലെയർ വാങ്ങിച്ചിട്ട് പെയ്യെ നടന്നു വരുവാണ്. ഇപ്പം നല്ല കാർ വരുന്നുണ്ട്. ഇപ്പം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. വെയിറ്റ് എഡിഷൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണനാങ്കുഴി അഗ്നിനാഥൻ. അപ്പോൾ നമ്മുടെ ഇതാണ് ഒഫീഷ്യൽ നമ്മുടെ കാള. അപ്പോൾ നമ്മളതിൻ്റെ പുറശതാണ് നിൽക്കുന്നത് ഗൈസ്. ഞാൻ അങ്ങനെ ഇപ്പം നമ്മുടെ കണ്ണനാങ്കുഴി അഗ്നിനാഥൻ്റെ മൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വ്ളോഗ് എടുത്ത 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഒന്ന് വെയിലടിക്കത്തില്ല, പിന്നെ ന്യൂസെൻസ് ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. അതായത് ഈ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്മളിപ്പോൾ എടുക്കുന്ന വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ നമ്മുടെ റോഡ് പിരിവിൻ്റെ 2ാം ഭാഗമാണെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ലൈക്ക് അടിക്കണം, എല്ലാം ചെയ്യണം. അങ്ങനെ ഞങ്ങളടുത്ത് പറയണ്ടല്ലോ, നിങ്ങൾ എൻ്റെ അടിപൊളി പിള്ളേരാണ്. നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് 35 വ്യൂസാണ് ഇന്നലെ തന്നത്. അത് പോരാ, അതൊരു 35,000 ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വലിയ ആഗ്രഹമൊന്നുമല്ല, ചെറിയ ആഗ്രഹമാണ്. ഒരു 100 പേരെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ നമ്മുടെ വരുന്നുണ്ട്, ഇതെല്ലാവരും കണ്ടേക്കണേ. നമ്മുടെ കാളയുടെ ബാക്ക് സൈഡ് മേളി, നമുക്കിൻ്റെ ശിരസ് ഭാഗമാണ് ഏറ്റവും അടിപൊളി. നമ്മുടെ ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, സബ്സ്ക്രൈബറല്ലേ? ഇത് ഞാൻ ഇടും കേട്ടോ, ഒരു കട്ടിങ് ഇല്ല. പിന്നെ അയ്യോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോടാ? എനിക്ക് പറയാനുണ്ട്, പറ. അത് പടി കേട്ടോ, നിങ്ങൾക്ക് സംസാരിക്കാൻ അനുമതിയില്ല. എനിക്കൊന്നും പറയില്ല. നിനക്കോ? ഒന്നും പറയാനില്ലേ. അവന്മാര് ഈ വെയിലൊക്കെ കൊണ്ടിട്ടേ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇമാർ ഇങ്ങനെ തമാശ പറഞ്ഞു കേട്ടോ, തമാശ. ഞാൻ വെറും പാവമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നെ ഭയങ്കര സ്നേഹമാണ്, എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പോൾ ഇതാട്ടോ നമ്മുടെ കാളെ കൊണ്ടുവന്ന ചേട്ടന്മാരുടെ വണ്ടി. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കണ്ണനാങ്കുഴി നമ്മുടെ കാളിയാൻ, കണ്ണനാങ്കുഴി അഗ്നിനാഥൻ എന്നാണ് ഇതിൻ്റെ പേര്. കാളിയാന്ന് പറഞ്ഞ് വേറൊരു കാളങ്ങളുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് റോഡ് വീഡിയോ ഉണ്ടായിരുന്നു, നമുക്ക് കാണാം കേട്ടോ. ഞങ്ങളോട് അയ്യപ്പൻ മാല ഉണ്ടാക്കുകയാണ് ഗായ്സ്. കാണുന്നില്ല ഗായ്സ്, ഇതാണ് ഗായ്സ് മാല. അയ്യപ്പ നമ്മൾ എന്തിനാണ് മാല ഉണ്ടാക്കുന്നേ? അത്രേ ഉള്ളൂ. അപ്പോൾ ചെണ്ടമാൽ മേളക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ അയ്യപ്പൻ ഇവിടെ അടിപൊളിയായിട്ട് മാല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാർത്തിക് ചേട്ടൻ ഇവിടെ സ്റ്റാപ്ലർ അടിച്ച് സഹായിക്കുന്നു. തന്നെ നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ, കാണുന്നില്ലല്ലോ, ഇതാണ് നമ്മുടെ എന്ത് മാല. ഓക്കെ, ഇതാണ് എടുക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇതാണ് മാല. ഇതാണ് മാല. അപ്പൊ ഞാൻ ഇത് കഴുത്തിടാൻ പോണേ. എടാ പാട്. നേരം കൊണ്ട് മുറിക്കുന്നുണ്ട്. ഇവ എന്ത് ഈ മുറിക്കുന്നേന്നോ? എനിക്ക് നീളമില്ല. അതെ, നീളമില്ലാത്തവനെ ഇവന് നീളമില്ല. എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അതാരും ഇവനോ? കൂട്ടിട്ട് കത്തിച്ചത്. ഓ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ ചെണ്ടക്കാരുടെ പേരെന്തോടെ? ത്രിലോക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്തായാലും
അപ്പോൾ നമ്മുടെ ചെണ്ടക്കാർ ഇവിടെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അവന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ണൻ ചേട്ടൻ, അതായത് ഞങ്ങളുടെ ഒരു വലിയ സുഹൃത്താണ്. അത് എല്ലാമാണ് കടികയാണ് നമ്മുടെ ലൊക്കാലിറ്റി, അവിടുത്തെ മെയിനാണ്. ഇവനെ പിന്നെ മുമ്പ് ഇന്നലെ കാണിച്ചാണല്ലോ. ഇതൊക്കെ ഓക്കെ. 2 മണിയായി. ത്രിലോക് ഈ വണ്ടിക്കകത്തോട്ടോ നമ്മുടെ ചെണ്ടക്കാർ വന്നേ. ത്രിലോകിൻ്റെ പുതിയ വണ്ടിയാണിത്. എനിക്ക് വണ്ടിയെപ്പറ്റി അങ്ങനെ പറയാനങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും അഭിചാരമായിട്ട് പറയാൻ അറിയത്തില്ലെങ്കിലും ഇത് പുതിയ വണ്ടിയാണെന്ന് അറിയാം. കുറേ ലൈറ്റ് വർക്കൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ മറന്നുപോയാൽ കാണും, രാത്രിയിലെങ്ങാണ്ടാണ് വന്നത്. ഇതിൻ്റെ നെയിം ബോർഡ് അത് ലൈറ്റ് ഒരു ഇതുവരെ ഓഫ് ആക്കിയിട്ടില്ല. അതുകൊണ്ടോ അത് കിടന്ന് നല്ലോണം ഓടിക്കളിക്കുന്ന ഒരു ലൈറ്റിൻ്റെ ഡിസൈനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ടയറിനാണെങ്കിൽ വീൽ കപ്പൊക്കെ ഉണ്ടായിരുന്നു, ഊരി വെച്ചേക്കുവാണ്. ഇത് നമുക്ക് വേഷമുണ്ട്, വേഷക്കാരുടെ വണ്ടിയാണ്. അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ. നമ്മളിപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ഇവരെ ഇതൊക്കെ ക്രമീകരിച്ചേക്കുന്നത്. ബാക്കി കാര്യം അവർ ഫുഡൊക്കെ കഴിക്കാനാണ്, ഇത് വിളമ്പി കൊടുക്കാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. നമുക്ക് കാണാം. ഓക്കെ, ശരി.